പ്രകാശ് നല്ല മാർക്ക് വാങ്ങി +2 പാസ്സായി. അതിനുശേഷം സമയം വെറുതെ കളയണ്ട എന്നോർത്ത് ടൗണിൽ ചെന്ന് പല സ്ഥലങ്ങളിലും ന്യൂസ് പേപ്പർ വിറ്റു മറ്റു ചെറിയ ജോലികളും ചെയ്തു പോന്നു. അന്ന് വെയിൽ കഠിനമായിരുന്നു. തളർന്നുപോയ പ്രകാശ് അവിടെ കണ്ട കടയുടെ മുൻപിൽ തണലുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഒതുങ്ങി നിന്നു. അവൻ നിന്ന ഇടത്തേക്ക് ഒരു പ്രായമാർന്ന മനുഷ്യനും വെയിൽ കാരണം തണൽ തേടി വന്നു നിന്നു. അവനെ കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ വാങ്ങിച്ചു. "എന്താ മോനെ, ഭയങ്കര വെയിലാണല്ലേ? നീ ആകെ വിയർത്തു മുഷിഞ്ഞിരിക്കുകയാണല്ലോ" എന്ന് അലിവോടെ അദ്ദേഹം ചോദിച്ചു. "താങ്കൾ വരുന്നതുവരെ വെയിലിന് ഭയങ്കര ചൂടായിരുന്നു. എന്നാൽ അങ്ങ് വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അല്പം ആശ്വാസമുണ്ട്" എന്നവൻ മറുപടിയും പറഞ്ഞു. മിക്ക ആളുകളും വെയിലത്ത് കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ട് അല്പം പോലും മനസ്സലിവില്ലാതെ പോകാറുണ്ട്. ഗ്യാസ് കൊണ്ടുവരുന്നവർ, വെയിലത്ത് അലഞ്ഞു നടന്ന് പച്ചക്കറി വിൽക്കുന്നവർ, റോഡിൽ പണി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ശീതോഷ്ണ നില എങ്ങനെയായാലും തങ്ങളുടെ ജോലി ചെയ്തേ മതിയാകുകയുള്ളൂ. അങ്ങനെയുള്ള കഠിനമായ ജോലി ചെയ്യുന്നവരോട് അല്പം സ്നേഹത്തോടെ, കരുണയോടെ സംസാരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവരെ നാം സ്നേഹിക്കുന്നു, അവരെക്കുറിച്ചുള്ള ചിന്ത എനിക്കുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിക്കുമ്പോൾ അവരിൽ ഒരു ആത്മവിശ്വാസം വളരും. എന്നെക്കുറിച്ചും ചിന്തിക്കുന്നവർ ഈ ലോകത്തിലുണ്ടെന്നോർക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലി ചെയ്യുവാൻ ഒരു ഉത്സാഹമുണ്ടാകും. പ്രോത്സാഹനം ആവശ്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കൂ. നിങ്ങളുടെ ആർദ്രമായ സംസാരം കേൾക്കുന്നവർ മാത്രമല്ല, ദൈവവും സന്തോഷിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിനെന്ന് യേശു പറയുന്നു.